Hello everyone, today we are studying about the topic stem cells significance and application. Stem cells എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂരിപൊട്ടൻറ്റ് സെൽസ് ആണ്. ദേ ആർ പാർഷ്യലി ഡിഫറൻഷ്യേറ്റഡ് സെൽസ് ദാറ്റ് കെൻ പ്രൊഡ്യൂസ് ഡോട്ടർ സെൽസ്. ആ ഡോട്ടർ സെൽസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും കഴിയും, അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോണിക് ടിഷ്യൂസിലും അഡൾട്ട് ഓർഗാനിസത്തിലും ഉണ്ട്. എംബ്രിയോണിക് ടിഷ്യൂസിൽ അതായത് എംബ്രിയോസിലുള്ളതിനെയാണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെം സെല്ലിൻ്റെ ഓരോ ഡിവിഷനിലും ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഒരു ഡോട്ടർ സെൽസ് ഡിഫറൻഷ്യേറ്റഡ് സെല്ലായിട്ടും മറ്റേത് അൺഡിഫറൻഷ്യേറ്റഡ് സ്റ്റെം സെല്ലായിട്ടും കണ്ടിന്യൂ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണ്. ഇതിന് എന്തൊക്കെയായിട്ട് മാറാൻ കഴിയും? എറിത്രോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, പ്ലേറ്റ്ലെറ്റ്സ്, മാസ്റ്റ് സെൽസ്, മോണോസൈറ്റ്സ്, മാക്രോഫേജസ്, ടി ആൻഡ് ബി ലിംഫോസൈറ്റ്സ്. അപ്പം ഇതാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സ്റ്റെം സെല്ല് ഇതിന് സെൽ ഡിവിഷൻ നടന്നിട്ട് രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവും. ഒരു ഡോട്ടർ സെല്ല് ഡിഫറൻഷ്യേഷൻ നടന്നിട്ട് ഒരു ഡിഫറൻഷ്യേറ്റഡ് സെല്ലാവും. ഒന്ന് അങ്ങനെ തന്നെ സ്റ്റെം സെല്ലായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സ്റ്റെം സെൽസ്. ഇപ്പം ഈ സ്റ്റെം സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റെം സെൽസും ആവും, ഇതിലേതെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സെൽസ് ആവാനുള്ള കഴിവുണ്ട്. ഓക്കെ, സ്റ്റെം സെൽസ് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റെം സെൽസിന് റിജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇപ്പം നമ്മളുടെ ഒരു ടിഷ്യൂ ഇഞ്ചുറിയോ ഡാമേജോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെം സെല്ല് വെച്ചിട്ട് ആ ഒരു ഭാഗം റീജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ചില തെറാപ്പീസിലൊക്കെ സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അതർ തെറാപ്പീസിലൊക്കെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഡാമേജ്ഡ് ബോഡി പാർട്ടൊക്കെ ഗ്രോ ചെയ്യാനും റിപ്ലേസ് ചെയ്യാനൊക്കെ ഭാവിയിൽ നമുക്ക് കഴിയും. ഓക്കെ, സ്റ്റെം സെൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഒരു ഓർഗൻ ഒരാൾക്ക് വേണമെങ്കിൽ നമ്മൾ വേറൊരാളിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം കിഡ്നിയൊക്കെ വേണമെങ്കിൽ ഒരാളത് ഡൊണേറ്റ് ചെയ്യണം. അപ്പം ഭാവിയിൽ ഇപ്പം ഈ സ്റ്റെം സെൽസിന് ഒരു കിഡ്നി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ തെറാപ്പീസ് ഒക്കെ ചെയ്യാനാണ് ഭാവിയിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. ഇനി ഇതിൻ്റെ വേറെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഡിസീസ് ഒക്കർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ബോൺസിലൊക്കെയുള്ള സ്റ്റെം സെൽസിൻ്റെ മെച്യൂർ ചെയ്യുന്നത് നോക്കും. ബൈ വാച്ചിങ് സ്റ്റെം സെൽസ് മെച്യൂർ ഇൻ ടു സെൽസ് ഇൻ ബോൺ, ഹേർട്ട് മസിൽസ്, നെർവ്സ് ആൻഡ് അതർ ഓർഗൻസ് ടിഷ്യൂസ്, റിസർച്ചേഴ്സ് മേ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ് ഡെവലപ്പ്. ഓക്കെ, ഏജ് റിലേറ്റഡ് മക്യുലാർ ഡീജനറേഷൻ ഇതിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ASD എന്ന് പറയും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ റിജനറേറ്റീവ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസോ അങ്ങനെ ഇഞ്ചുറിയൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു ടിഷ്യൂ പാർട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡാമേജായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെം സെൽ വെച്ചിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സെൽ തെറാപ്പീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ സ്റ്റെം സെൽ വെച്ചിട്ട് ക്യൂർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസിലും പാർക്കിൻസൺ ഡിസീസസിലും അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, അൽസീമേഴ്സ് ഡിസീസ്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ബേൺസ്, ക്യാൻസർ ആൻഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇതിലൊക്കെ സ്റ്റെം സെൽസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെം സെല്ലിന് ഒരു ന്യൂ ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും ഫോർ യൂസ് ഇൻ ട്രാൻസ്പ്ലാന്റ് ഓർ റീജനറേറ്റീവ് മെഡിസിൻ. ഓക്കെ, researchers continue to advance the knowledge on stem cells and their application in transplant and regenerative medicine. അതുപോലെ തന്നെ ഒരു ഡ്രഗ് ഓർ മെഡിസിൻ അതിൻ്റെ സേഫ്റ്റി, ക്വാളിറ്റി, എഫക്റ്റീവ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് സ്റ്റെം സെൽസ് യൂസ് ചെയ്യാൻ പറ്റും. ബിഫോർ യൂസിങ് ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ്സ് ഇൻ പീപ്പിൾ, റിസർച്ചേഴ്സ് ക്യാൻ യൂസ് സം ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ടു ടെസ്റ്റ് ഡ്രഗ് ഓർ drugs for safety and quality. This type of testing will most likely first have a direct impact on drug development for cardiotoxicity testing. Stem cells have several uses, research media ഫീൽഡിലും തെറാപ്പി ഫീൽഡിലും ഒക്കെ.
അതായത് മെഡിക്കൽ ഫീൽഡ്. സ്റ്റെം സെൽസ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ബേസിക് ബയോളജി ഓഫ് ഹൗ ലിവിങ് തിങ് വർക്ക് ആൻഡ് വാട്ട് ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഡ്യൂറിങ് ഡിസീസ്. ഓക്കെ, തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റീപ്ലേസ് ലോസ് ടു ഡാമേജ്ഡ് സെൽസ് ദാറ്റ് അവർ ബോഡി കാൺഡ് റീപ്ലേസ് നാച്ചുറലി. അപ്പോൾ റിസർച്ചേഴ്സ് ഈസ് ലുക്കിംഗ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ന്യൂ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റെം സെൽസ് സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ ബോഡി ഗ്രോ ആൻഡ് ഡെവലപ്പ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ സ്റ്റെം സെൽസിനെ സ്റ്റെം സെൽസ് എങ്ങനെ യൂസ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെൽസോ ടിഷ്യൂസൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇതൊക്കെ യൂസ് ആക്കാമെന്നും കൂടെ സയൻറ്റിസ്റ്റേഴ്സ് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെം സെൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു, അപ്പം ഇതിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു മേഖലയെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റഡ് സെൽസാണ്. അതിന് ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ ഡോട്ടർ സെൽസ് ഡിഫറൻഷ്യേറ്റഡ് സെല്ലാവും, അതുപോലെ തന്നെ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം സെല്ലായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനി സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എന്താണ്, പൊതുവേ അതൊരു പ്ലൂറിപൊട്ടൻറ്റ് സെല്ലാണ് നമ്മൾ പറഞ്ഞു. ചില കേസിൽ അത് യൂണിപൊട്ടൻ്റ് ആണ്. അതിന് എക്സാമ്പിളാണ് വെർട്ടിബ്രേറ്റ് സ്റ്റെം സെൽസ് ഫോമിങ് ഇൻറ്റെസ്റ്റൈനൽ എപ്പിത്തീലിയം, എപ്പിഡെർമിസ്, സ്പെർമാറ്റോഗോണിയ. പ്ലൂറിപൊട്ടൻറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മിറ്റഡ് പ്രൊജനിറ്റർ സെല്ലായിട്ട് മാറാൻ പറ്റും. അപ്പം ഒരു പ്ലൂറിപൊട്ടൻറ്റ് സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡോട്ടർ സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും, ഡോട്ടർ സെൽ ഗിവ് റൈസ് ടു സ്റ്റെം സെൽ അഗെയിൻ ഓർ എനി അതർ കമ്മിറ്റഡ് പ്രൊജനിറ്റർ സെൽ ടൈപ്സ്. ഈച്ച് കമ്മിറ്റഡ് സെൽ ഗിവ് റൈസ് ടു എ ക്ലോൺ ഓഫ് ഡിഫറൻഷ്യേറ്റഡ് സെൽ ബൈ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സ്റ്റെം സെല്ല് പ്ലൂറിപൊട്ടൻറ്റ് സെല്ലാണ്, നമ്മളതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് അതിനെ ക്യാൻ ഡിഫറൻഷ്യേറ്റ് ഇൻ ടു ഓൾ ഡെറിവേറ്റീവ്സ് ഓഫ് 3 പ്രൈമറി ജേം ലെയേഴ്സ്, എക്ടോഡം, എൻഡോഡം, മിസോഡം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫേറ്റ് പഠിച്ചു കഴിഞ്ഞു ഗാസ്ട്രലേഷൻ്റെ. ഓക്കെ, thus stem cells can give rise to more than 220 cell types in the adult human body. ടൈപ്സ് ആണ്, എംബ്രിയോണിക് സ്റ്റെം സെൽസും ഉണ്ട്, അഡൾട്ട് സ്റ്റെം സെൽസും ഉണ്ട്. എംബ്രിയോണിക് ടിഷ്യൂവിൽ കാണുന്നതാണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ്, അഡൾട്ട് ഓർഗൻസിൽ കാണപ്പെടുന്നതാണ് അഡൾട്ട് സ്റ്റെം സെൽസ്. ഓക്കെ, ഇന്നർ സെൽ മാസ് ഓഫ് മമാലിയൻ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എംബ്രിയോണിക് സ്റ്റെം സെൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഫൗണ്ട് ഇൻ സം ഓർഗൻ ആഫ്റ്റർ ബർത്ത് ആണ് അഡൾട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡിഫർ ചെയ്യുന്നുണ്ട് ബിക്കോസ് എംബ്രിയോണിക് സ്റ്റെം സെൽസിന് എന്താണ് ഹാസ് എൻ ഇൻഹെറൻറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ഇൻ ടു എനി സ്പെഷ്യലൈസ്ഡ് അഡൾട്ട് സെൽസ്. ബട്ട് എന്താണ് അഡൾട്ട് സ്റ്റെം സെൽസിന് ആർ പ്രോഗ്രാംഡ് ടു പ്രൊഡ്യൂസ് ഓൺലി ദോസ് സെൽ ക്യാരക്ടറിസ്റ്റിക്സ് ടു ദാറ്റ് ഓർഗൻ. അതുപോലെ മെനി ഓർഗൻ ഡോണ്ട് ഹാവ് സ്റ്റെം സെൽ അറ്റ് ഓൾ. ഓക്കെ, വൺ ഇംപ്രസീവ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എറിത്രോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, എസ്നോഫില്, ബേസോഫില്, പ്ലേറ്റ്ലെറ്റ്, മാസ്റ്റ് സെല്ല്, മോണോസൈറ്റ്, മാക്രോഫേജസ് ആൻഡ് ടി ആൻഡ് ബി ലിംഫോസൈറ്റ് ആയിട്ട് മാറാൻ കഴിയും. ദീസ് സെൽ ടൈപ്സ് എന്ന് പറയുന്നത് 2 ലീനേജ് ആയിട്ടാണ് ഡെറൈവ് ചെയ്യുന്നത്, മൈലോയിഡ് ആൻഡ് ലിംഫോയിഡ് ലീനേജ്. ആദ്യത്തേത് എന്ന് പറയുന്നത് മൈലോയിഡ് സെൽസ് ഉണ്ടാവും, അതിൽ RBC, അതുപോലെ 5 ടൈപ്സ് ഓഫ് WBC ആണുള്ളത്, അതായത് ന്യൂട്രോഫില്, ബാസോഫില്, മോണോസൈറ്റ്, മെഗാകാരിയോസൈറ്റ്സ്. ഓക്കെ, അപ്പം ന്യൂട്രോഫിലും ബൈസോഫിലും ഗ്രാനുലോസൈറ്റ്സ് ആണ്, ബാക്കിയുള്ളതൊക്കെ അഗ്രാനുലോസൈറ്റ്സ് ഒക്കെ ആയിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല് എന്താണ് 2 ലീനിയേജ് ആണുള്ള മൈലോയിഡും ലിംഫോയിഡും. ഈ മൈലോയിഡിന് എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മെഗാകാരിയോസൈറ്റ്സ്, അതായത് അത് പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ സെക്കൻഡിൽ എന്തായിട്ട് മാറുന്നുണ്ട്, ബേസോഫിൽ മാസ്റ്റ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ എസ്നോഫില് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ രണ്ട് വേ പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അത് മോണോസൈറ്റ് ആവും, അല്ലെങ്കിൽ ന്യൂട്രോഫിൽ ആവും. പിന്നെ മോണോസൈറ്റ് ഓസ്റ്റിയോക്ലാസ്റ്റ് ആവും, അല്ലെങ്കിൽ മാക്രോഫാജും ആവും. ഓക്കെ, പിന്നെ ഒന്ന് എന്തായിട്ട് മാറുന്നുണ്ട്, എറിത്രോസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ലിംഫോയിഡ് സ്റ്റെം സെൽസിന് ഡോട്ടർ സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും ആവുന്നുണ്ട്. B ലിംഫോസൈറ്റ് പ്ലാസ്മ സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ,
These megakaryocytes remain in bone marrow but give rise to platelets. ഇതാണ് മെഗാകാരിയോസൈറ്റ്സ്. ഓക്കെ, ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്. അത് പ്ലേറ്റ്ലെറ്റ്സിന് give rise ചെയ്യും. ഓക്കെ, the lymphoid lineage produces lymphoid cells which comprises the two antigen specific cell types of the immune system, B and T lymphocytes. Mammals B cells develop in bone marrow, whereas T lymphocytes develop in thymus from precursors that originate from pluripotent stem cells in bone marrow and migrate to thymus. Okay. ബോത്ത് ബി ആൻഡ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെർദർ ടെർമിനൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നുണ്ട് ആഫ്റ്റർ ദേ എൻകൗണ്ടർ ആൻറ്റിജൻ. ടെർമിനലി ഡിഫറൻഷിയേറ്റഡ് ബി സെൽസ് ബിക്കം ആൻറ്റിബോഡി സെക്രീറ്റിംഗ് പ്ലാസ്മ സെല്ലായിട്ട് മാറും. ടി സെൽ അണ്ടർഗോ ടെർമിനൽ ഡിഫറൻഷിയേഷൻ ടു പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 3 ഫങ്ഷണലി ഡിസ്റ്റിങ്ക്റ്റ് എഫക്റ്റഡ് സെൽ ടൈപ്സ്. മാമ്മൽസിൽ പ്ലൂറിപ്പൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്നർ സെൽമാസ് ആയിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റിൽ. അതിൻ്റെ പിക്ക് ഇവിടെയുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഹ്യൂമൻ എംബ്രിയോസ് റീച്ച് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ഇൻ 4 to 5 days of post fertilization, at which time they consist of 50 to 150 cells. The stem cells can become any tissue in the body excluding a placenta. Only morula's cell are totipotent, able to become all tissue and a placenta. Okay, അപ്പം സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എനി ടിഷ്യൂസൊക്കെ ആയിട്ട് മാറാൻ പറ്റും, എക്സ്ക്ലൂഡിങ് എ പ്ലാസെൻ്റ. മോറിലേക്ക് മാത്രമേ ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ളവിടെ അതിന് ടിഷ്യൂസും അല്ലെങ്കിൽ പ്ലാസെൻ്റയും ആയിട്ട് മാറാൻ കഴിയും. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് മോറുല ഫോം ചെയ്തു, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു, ഇന്നർ സെൽമാസ് ആണ്, അത് പ്ലൂറിപ്പൊട്ടൻ്റ് ആണ്. പിന്നെ ഹ്യൂമൻ ഫീറ്റസ് ഒക്കെ, അതായത് ഹ്യൂമൻ ഫീറ്റസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി എറിത്രോസൈറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും, ന്യൂറോണൊക്കെ ഫോം ചെയ്യും, അതുപോലെ കാർഡിയാക് മസിൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ആണ്. സ്റ്റെം സെൽ തെറാപ്പി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്, അതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, because of their plasticity and potentially unlimited capacity for self-renewal, embryonic stem cells therapy എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, റീജനറേറ്റീവ് മെഡിസിൻ ആയിട്ടും ടിഷ്യൂ റിപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഞ്ചുറി, ഡാമേജ്, ഡിസീസൊക്കെ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ബോഡി ടിഷ്യൂ പാർട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെം സെൽസ് യൂസ് ചെയ്യാൻ പറ്റും. കറണ്ട് എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഈസ് ദെയർ പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് സെൽ ടൈപ്സ് ആയിട്ട് മാറാൻ പറ്റും. This might provide a powerful mean to repair damage to tissue in body such as heart, brain, spinal cord. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യാൻ പറ്റും. വൺ ഒബ്വിയസ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിലാണ്, കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഇൻസുലിൻ സെക്രീഷൻ ഡ്യൂ ടു ഡിഫക്റ്റീവ് ഓർ ഡിസ്ട്രോയിഡ് ബീറ്റാ സെൽസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെം സെൽസ് കൊണ്ട് ബീറ്റാ സെൽസ് ഉണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇൻസുലിൻ സെക്രീഷൻ എന്താവും, നോർമൽ ലെവലിലാവും. അങ്ങനെ ആ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഇൻ തിയറി എംബ്രിയോണിക് സ്റ്റെം സെൽസ് കുഡ് ബി കൾച്ചേർഡ് ആൻഡ് കോആക്റ്റഡ് ഇൻ ടു ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബീറ്റാ സെൽസ്. ഓക്കെ, implanting such healthy beta cell would cure type 1 diabetes. ഓക്കെ, അപ്പം എന്താണ് സച്ച് ഹെൽത്തി ബീറ്റാ സെൽ, ഓക്കെ, എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് കൾച്ചർ ചെയ്യും. അപ്പം ഇൻസുലിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് കോആക്സഡ് ഇൻ ടു ബീറ്റാ സെൽസ് ആയിട്ട്, ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബീറ്റാ സെൽസ് ആയിട്ട് കോയാക്സ് ചെയ്യും. അങ്ങനെ ഇംപ്ലാന്റിങ് സച്ച് എ ഹെൽത്തി ബീറ്റാ സെൽ വുഡ് ക്യൂർ ടൈപ്പ് 1 ഡയബറ്റീസ്. With a ready supply of cultured stem cells at a hand, a line of embryonic stem cells could be grown to provide for anyone requiring a transplant. Okay, these cells could also be engineered to avoid immune rejection. This type of embryonic stem cell therapy would help avoid the conventional treatment of suppressing the symptoms by constant insulin injection. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുമ്പം എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെം സെൽസ് എക്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ആ സ്റ്റെം സെൽസിന് നമ്മൾ എന്ത് ചെയ്യും,
ലാബിൽ കൊണ്ടുപോയിട്ട് ബീറ്റാ സെൽ പ്രൊഡ്യൂസിങ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രോസസ്സൊക്കെ ചെയ്യും. അങ്ങനെ റീപ്രോഗ്രാമിങ് ആൻഡ് ഇൻഡ്യൂസിങ് പ്ലൂരിപൊട്ടൻസി ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ബി സെൽസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, സ്റ്റെം സെല്ല് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ആളിലെ ഡയബറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ക്യൂർ ചെയ്യും. നെക്സ്റ്റ് ഈസ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഓർ SCID occur when both B cell and T cell of immune system are defective and result in an almost totally defective immune system. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ആകെ തകരാറിലാവും. ദിസ് ഡിസീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അഡിനോസിൻ ഡീഅമീനേസ്. അതൊരു എൻസൈമാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. ഓക്കെ, and the consequent accumulation of deoxyadenosine in T cell of patient. This led to death of T cells that in turn affect immune mechanism of patient. അപ്പം ഈ കേസിൽ നമ്മൾ സ്റ്റെം സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. The first successful attempt to gene therapy was done in September 14, 1990 by French Anderson and his team and at the National Institute of Health, US, to treat a 4-year-old girl born with a rare genetic disease. Okay, adult stem cells from the bone marrow were removed from patient and cultured in vitro. അപ്പം ആ അഡിനോസിൻ ഡിയാമിനേസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഡിയോക്സി അഡിനോസിൻ അക്യുമുലേറ്റ് ചെയ്യും. എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ഓക്കെ, T സെൽസിൽ. അങ്ങനെ ആ T സെൽസ് എന്ത് ചെയ്യും, ഡൈ ആവും, അതിൻ്റെ ഡെത്ത് സംഭവിക്കും. ഓക്കെ, അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെം സെല്ല് വെച്ചിട്ട് ആ ഒരു തെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, while in culture the bone marrow cells were infected with genetically engineered retroviruses carrying the healthy gene. This gene is required for the metabolism of purine bases and its absence prevent the development of lymphocytes. Stem cells which give rise to lymphocytes are found in bone marrow only in very small numbers. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റെം സെൽസ്, ഈ ഡിസീസസിൻ്റെ കേസ് പറയുമ്പം സ്റ്റെം സെൽസ് കൾച്ചർ ചെയ്യുന്ന ടൈമിൽ എന്താണ്, അതിനെ ജനറ്റിക്കലി എൻജിനീയർഡ് റിട്രോ വൈറസ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഇൻഫെക്റ്റ് ചെയ്യും. റിട്രോ വൈറസ് ക്യാരിയിങ് ഹെൽത്തി ജീൻ. അഡാജീൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് എൻകോഡ് എൻസൈം അഡിനോസിൻ ഡിയാമിനേസ്. ഈ ജീൻ എന്ന് പറയുന്നത് എന്താണ്, പ്യൂരിൻ ബേസിസിൻ്റെ മെറ്റബോളിസത്തിന് എസെൻഷ്യലാണ്. ഇതിൻ്റെ ആബ്സെൻസ് പ്രിവെൻറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലിംഫോസൈറ്റ്സ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, stem cells which give rise to lymphocyte are found in bone marrow only in very small number. However, umbilical cord blood has a much higher proportion of stem cells. So blood stem cells are collected from umbilical blood of newborn baby and cultured in vitro to obtain sufficient number of stem cells for stem cell therapy. അപ്പം നമ്മുടെ ലിംഫോസൈറ്റ്സ് എന്താണ്, ബോൺ മാരോയിലാണ് പൊതുവേ കാണപ്പെടുന്നത്. അത് കുറച്ച് നമ്പറിലേ കാണപ്പെടും. അംബലിക്കൽ കോഡിൽ അത് കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ എംബ്രിയോണിക് ന്യൂ ബോൺ ബേബീസിൻ്റെ അംബലിക്കൽ കോഡിൻ്റെ അവിടെ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും, സ്റ്റെം സെൽസ് ശേഖരിക്കും. ഓക്കെ, ബ്ലഡ് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യും, അങ്ങനെ അത് കൾച്ചർ ചെയ്യും ഇൻവിട്രോയിൽ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. One of the major problem of stem cell therapy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ patient receiving stem cell treatment may develop immune response to foreign cells because embryonic stem cells were obtained from someone else embryo. ഇതെന്താണ്, റിജക്ഷന് കാരണമാവും ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇംപ്ലാന്റഡ് സെൽസ്. This histocompatibility problem can be solved by therapeutic cloning. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്യൂക്ലിയേറ്റിംഗ് എ ഡോണർ എഗ്, അതായത് ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആളിന്ന് ഒരു എഗ്ഗും എന്താണ് ട്രാൻസ്പ്ലാന്റിങ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആർക്കാണോ വേണ്ട ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഒബ്റ്റെയിൻഡ് ഫ്രം എ, അതുപോലെ ട്രാൻസ്പ്ലാന്റിങ് എ ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഒബ്റ്റെയിൻഡ് ഫ്രം പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം എന്താണ്, ഒരു ഡോണർ എഗ്ഗ്
Okay, a nucleating a donor egg and transplanting a nucleus of a cell obtained from person of interest. ഇനി അതെന്ത് ചെയ്യും, ദിസ് എഗ് വിത്ത് ട്രാൻസ്പ്ലാന്റഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, നമ്മൾ ഒരാളുടെ അടുത്ത് അത് ഇലക്ട്രിക് ഷോക്കിന് സബ്ജക്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ദ എംബ്രിയോ ദസ് ക്രിയേറ്റഡ് വിൽ ഹാവ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ്. Embryonic stem cells are removed from the embryo and cultured in laboratory to create specialized cell of interest. നമുക്ക് ഏത് സെല്ലാണോ ആവശ്യമുള്ളത് അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, specialized cells are then implanted into patient to cure disease. Next is tissue regeneration. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് യൂസാണ് സ്റ്റെം സെൽസിൻ്റെ. ഒരു പേഴ്സണിന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഒരു കിഡ്നിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ചെയ്യുന്നത്, ഒരു ഡോണറിനെ നമ്മൾ വേഗം കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഡോണറിൻ്റെ അവർക്ക് ഓപ്പറേഷൻ നടത്തി അവരുടെ കിഡ്നി എടുക്കണം. എന്നിട്ട് ഈ ഒരാളിലേക്ക്, അതായത് ബ്ലഡൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പറയുക, അത് പോസിബിൾ അല്ല. ചെയ്താലും അത് വർക്ക് ആവില്ല. ബിക്കോസ് ബ്ലഡിൻ്റെ ഇൻകോമ്പാറ്റിബിലിറ്റീനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം എ പേഴ്സൺ ഹൂ നീഡഡ് until now a person who needed a new kidney, for example, had to wait for a donor and then undergo a transplant. There is a shortage of donor organ, but by instructing stem cells to differentiate in a certain way, scientists could use them to grow a specific tissue type or organ. As an example, doctors have already used stem cells from just beneath the skin's surface to make new skin tissue. Okay, sorry. അപ്പം ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെം സെൽസ് ഓൾറെഡി സ്കിൻ സർഫസിൻ്റെ ബിനീത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ന്യൂ സ്കിൻ ടിഷ്യൂ. സ്റ്റെം സെൽ, അതായത് സ്കിൻ സർഫസിൻ്റെ അടിയിലുള്ള സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ടുണ്ട് പുതിയ സ്കിൻ ടിഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. They can then repair a severe burn or another injury by grafting this tissue into the damaged skin, and new skin will grow back. ഇനി കാർഡിയോവാസ്കുലർ ഡിസീസ് ട്രീറ്റ്മെൻ്റ് ആണ്. 2003 ഒരു മസാച്യുസെറ്റ് ഹോസ്പിറ്റലിലെ റിസർച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടഡ് PNAS ഏർലി എഡിഷനിൽ that they had created blood vessels in laboratory mice using human stem cells. Within 2 weeks of implanting the stem cell, network of blood perfused vessels had formed. Quality of these new blood vessels എന്ന് പറയുന്നത് ഗുഡ് ആസ് ദ നിയർ ബൈ നാച്ചുറൽ വൺ. അപ്പം ബ്ലഡ് സെൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൈസിൽ യൂസിങ് ഹ്യൂമൻ സ്റ്റെം സെൽസ്. ഓതേഴ്സ് ഹോപ്ഡ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക് കുഡ് എവൻച്വലി ഹെൽപ്പ് ടു ട്രീറ്റ് പീപ്പിൾ വിത്ത് കാർഡിയോവാസ്കുലർ ആൻഡ് വാസ്കുലർ ഡിസീസസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡിസീസ് ട്രീറ്റ്മെൻ്റ് ആണ്. Doctor may one day able to use replacement cells and tissue to treat brain diseases such as Parkinson's and Alzheimer's. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് ഇതൊക്കെ. In Parkinson's, for example, damage to brain cells led to uncontrolled muscle movements ഉണ്ടാവും. Scientists could use a stem cell to replenish damaged brain tissue. This could bring back their specialized brain cell that stop uncontrolled muscle movement. Okay. And researchers have already tried differentiating embryonic stem cell into these type of cells, so the treatments are promising. Most effective ആയിരിക്കും. ഇനി സെൽ ഡെഫിഷ്യൻസി തെറാപ്പിയാണ്. സെൽ ഡെഫിഷ്യൻസി തെറാപ്പി പറയുമ്പോൾ സയൻറ്റിസ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ഹോപ്പുണ്ട്, ഒരു ഹെൽത്തി ഹേർട്ട് സെൽസ് നമുക്ക് സ്റ്റെം സെൽസ് ഉണ്ടാക്കാൻ പറ്റും ലബോറട്ടറിയിൽ. ഓക്കെ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഹേർട്ടിന് ഡിഫക്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് അത് വെച്ചിട്ട് ഹേർട്ട് അതിങ്ങനെ ട്രാൻസ്പ്ലാന്റ് ആക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കിഡ്നീൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഹേർട്ട് ഭയങ്കര തകരാറായിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ നമ്മൾ ഹേർട്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് അവരിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ന്യൂ സെൽസ് കുഡ് റിപ്പയർ ഹേർട്ട് ഡാമേജ് ബൈ റീപോപ്പുലേറ്റിംഗ് ദ ഹേർട്ട് വിത്ത് ഹെൽത്തി ടിഷ്യൂ.
അങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും. സിമിലർലി പീപ്പിൾ വിത്ത് ഡയബറ്റീസ് കുഡ് റിസീവ് പാൻക്രിയാറ്റിക് സെൽ ടു റീപ്ലേസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ദാറ്റ് ദെയർ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ഹാവ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡയബറ്റീസിൻ്റെ കേസ്. The only current therapy is a pancreatic transplant and a very few pancreas are available for transplant. അപ്പം നമുക്ക് സ്റ്റെം സെൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലമൊക്കെ തരണം ചെയ്യാൻ പറ്റും. ബ്ലഡ് ഡിസീസ് ട്രീറ്റ്മെൻ്റ് ആണ്. അഡൾട്ട് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ലുക്കീമിയ, സിക്കിൾ സെൽ അനീമിയ, അങ്ങനത്തെ കുറച്ച് ഡിസീസസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഒക്കർ ഇൻ ബ്ലഡ് ആൻഡ് ബോൺ മാരോ. അതിന് ഏത് ടൈപ്പ്, അതായത് ഏത് ടൈപ്പ് ബ്ലഡ് സെല്ലായിട്ട് വേണം മാറാൻ കഴിയും, ഇൻക്ലൂഡിങ് RBCs, WBCs. അപ്പോൾ RBC ദാറ്റ് ക്യാരി ഓക്സിജൻ ആൻഡ് WBC ദാറ്റ് ഫൈറ്റ് ഡിസീസ്. യൂസിങ് സ്റ്റെം സെൽ ഇൻ ഡ്രഗ് ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രഗിൻ്റെ എഫക്റ്റീവ്നെസ് സേഫ് ആണോ എന്നും അതിൻ്റെ ക്വാളിറ്റിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സെൽസ് യൂസ് ചെയ്യാൻ പറ്റും. അനദർ വേ ദാറ്റ് സയൻറ്റിസ്റ്റ്സ് കുഡ് യൂസ് സ്റ്റെം സെൽ ഈസ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ന്യൂ ഡ്രഗ്സ്. ദ ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ദാറ്റ് സയൻറ്റിസ്റ്റ്സ് കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് iPS സെൽസ് ആണ്. ഈ സെൽസ് എന്താണ്? ഓൾറെഡി അണ്ടർഗോൺ ഡിഫറൻഷിയേഷൻ, ബട്ട് which scientists have genetically reprogrammed using genetic manipulation, sometimes using viruses. നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു കേസിൽ റെട്രോ വൈറസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, in theory this allows iPS cells to divide and become any cells. In this way they could act like undifferentiated stem cells. ഇനി സ്കോപ്പാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ്സ് ബിലീവ് ദാറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എവൻച്വലി ലെഡ് ടു തെറാപ്പീസ് ദാറ്റ് കുഡ് യൂസ് ടു ട്രീറ്റ് കൗണ്ട്ലെസ് ഡിസീസസ്. നമ്മൾ പറഞ്ഞ പോലെ പാർക്കിൻസണ്, അങ്ങനെ കിഡ്നീൻ്റെ കേസ് പറഞ്ഞു, അങ്ങനെ കുറേ തെറാപ്പീസ്, അൽഷിമേഴ്സ്, അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് മേ ഇൻക്ലൂഡ് അങ്ങനെ ആ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് ഈ സ്റ്റെം സെൽസിൻ്റെ ഭയങ്കര ഒരു ഇത് വരുന്നത്. ഓക്കെ, treatment may include replacing destroyed dopamine secreting neuron in a Parkinson patient's brain, transplanting insulin producing pancreatic beta cells in diabetic patient, infusing cardiac muscle cells in heart damaged myocardial infarction. Okay, in embryonic stem cells may also be used as a model to understand how certain diseases are caused or to evaluate the safety and efficiency of new medicines. അവിടെ ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഡ്രഗിൻ്റെ സേഫ്റ്റി, ക്വാളിറ്റി, എഫക്റ്റീവ്നെസ് ഒക്കെ. ഓക്കെ, today adult stem cell research has resulted in development of a variety of therapeutic treatment or diseases. Although embryonic stem cell research has not yet produced similar results, many scientists believe embryonic stem cell research hold promise over time because of the capacity of embryonic stem cells to develop into any tissue in the human body. എംബ്രിയോണിക് സെൽസിനെ ഈ എംബ്രിയോണിക് സെൽസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? വെറൈറ്റി ഓഫ് തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ ചെയ്തപ്പോഴും റിസൾട്ട് സിമിലർ റിസൾട്ട് അല്ല ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. മെനി സയൻറ്റിസ്റ്റ്സ് ബിലീവ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഹോപ്പുണ്ട് ഈ എംബ്രിയോണിക് സെൽസിന് എന്ത് ചെയ്യാനുള്ള മെനി സെൽസായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഡെവലപ്പ് ടു എനി ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി. ക്രിയേഷൻ ഓഫ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. അതായത് ഇപ്പം എംബ്രിയോണിക് സ്റ്റെം സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോർ ഒബ്റ്റെയിനിങ് സ്റ്റെം സെൽസ് ഫോർ റിസർച്ച്, എ സ്റ്റെം cell line must be created from inner cell mass of a week old എംബ്രിയോ. ഓക്കെ, അപ്പോൾ ഒരു ആഴ്ച പ്രായമുള്ള എംബ്രിയോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റെം സെൽ ലൈൻ, അതായത് അതിൻ്റെ ഇന്നർ സെൽ മാസിൽ നിന്ന് സ്റ്റെം സെൽ ലൈന് നമ്മൾ എന്ത് ചെയ്യും? ഒബ്റ്റെയിൻ ചെയ്യും. ഇഫ് ദേ ആർ കൾച്ചേർഡ് പ്രോപ്പർലി, എംബ്രിയോണിക് സ്റ്റെം സെൽസ് ക്യാൻ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇൻഡെഫിനിറ്റ്ലി. Batches of cells can then be separated from cell line and distributed to researchers. അങ്ങനെ കുറേ സ്റ്റെം സെൽസ് നമുക്ക്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പല റിസർച്ചേഴ്സിനൊക്കെ. ഓക്കെ, എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഡിറൈവ്ഡ് ഫ്രം എക്സസ് എംബ്രിയോ ക്രിയേറ്റഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ നമ്മളെ ഈ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിന് കുറേ എംബ്രിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എംബ്രിയോസിൽ നിന്ന് എന്താണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് സ്റ്റാൻഡേർഡ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ പ്രാക്ടീസസ് മെനി excess human embryo are created. Okay, participants in IVF treatment must ultimately decide the disposition of these excess embryo. Okay, many individuals may donate their excess embryo for research purposes. അതായത് കുറേ എംബ്രിയോസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ എന്താണ് കുറേയൊക്കെ ചില ആളുകൾ റിസർച്ചിന് വേണ്ടിയിട്ട് കൊടുക്കും. ബൈ നൗ മെനി ഡിഫറെൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽ ലൈൻ ഹാവ് ബീൻ ഡെവലപ്ഡ് ഫ്രം എക്സസ് എംബ്രിയോസ് ക്രിയേറ്റഡ് ഫോർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. Scientists have recently developed sperm and egg-like cells from embryonic stem cells. The procedure involves creating an embryo via nuclear transfer and then deriving sperm or egg-like cells from stem cells of embryo. This is the technique open up the possibility that infertile or same-sex homosexual, അതായത് എന്താണ് നമ്മളെ ലെസ്ബിയൻസ്, ഗെയ്സ്, അവർക്കൊക്കെ ഇപ്പം എന്താണ് അവരുടെ രണ്ടുപേരുടെയും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബേബീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കപ്പിൾസ് ഹാവ് ചിൽഡ്രൻ ബയോളജിക്കലി റിലേറ്റഡ് ടു അവരെ രണ്ടുപേരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചിൽഡ്രനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഹാർവെസ്റ്റിംഗ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഫ്രം ഡെഡ് എംബ്രിയോസ്. അതായത് കുറേ നമ്മൾ ഇൻവിട്രോക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലും അല്ലാതെയൊക്കെ എംബ്രിയോസ് ഡൈ ആവാറുണ്ട്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെം സെൽസ് എടുക്കുന്നുണ്ട്. ആസ് ദ എംബ്രിയോണിക് stem cell debate heat up, scientists are making attempt to harvest stem cells from dead embryo. This procedure can overcome the allegation that harvesting stem cells from live embryo kill them and is considered akin to kill human life. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള എംബ്രിയോ ഇൻവിട്രോൻ്റെ ഫെർട്ടിലൈസേഷൻ്റെ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ചില സയൻറ്റിസ്റ്റ് പറയുന്നു അതൊരു ജീവനാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എടുക്കുന്നത് അതിനെ കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെഡ് എംബ്രിയോസ് നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിയർലി 60% ഓഫ് ദി എംബ്രിയോ ക്രിയേറ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ഫെർട്ടിലിറ്റി ക്ലിനിക് ഫോർ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ബ്രെയിൻ ഡെത്ത് അഡൾട്ട്. Most such embryos die because of biological accident that occur in the first days after fertilization. Studies have shown that some of the dead embryos still contain viable normal cells. അതാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെം സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. Scientists are targeting such a discarded embryo from which stem cells could be developed. It is argued that if recovering organs from brain dead patient is legal and ethically acceptable, harvesting stem cells from dead embryo should be acceptable too. ബയോ എത്തിക്സ് ഓഫ് സ്റ്റെം സെൽ റിസർച്ചാണ്. അപ്പം കുറേ പേര് എന്താണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, കുറേ പേര് ഫേവറായിട്ട് പറയുന്നുണ്ട്. അതായത് എംബ്രിയോൻ്റെ കേസൊക്കെ പറഞ്ഞില്ല നമ്മൾ. റിസർച്ച് ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് പറയുകയാണെങ്കിൽ റിസർച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഹാസ് ബിക്കം എ ഹോട്ട് political topic because of the potential ability of these stem cells to form embryos. Opponent embryonic stem cell research argue that destroying embryos for the sake of research is tantamount to killing human beings. അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംബ്രിയോനെ കിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കിൽ ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, it is believed by several religious groups that a fertilized egg is already a human being. നമ്മൾ പറഞ്ഞല്ലോ. Therefore, it is argued that destruction of the early embryo or fertilized egg is effectively killing a person. The contention is that the embryos should be treated with the same respect as an individual. അതായത് ഒരു ജീവൻ ആയിട്ട് മാറുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ കില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റെം സെൽസ് എടുക്കരുത് എന്നാണ് ഇവർ പറയുന്നത്.
ഇൻ ഫേവർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോസ്, അവർ പറയും എംബ്രിയോസ് ഹ്യൂമൻസ് അല്ല. ഫെർട്ടിലിറ്റി ക്ലിനിക് അറൗണ്ട് ദ വേൾഡ് ക്രിയേറ്റ് എക്സസ് എംബ്രിയോസ് ഓൺ എ റൂട്ടീൻ ബേസിസ്. ദീസ് ആർ ദെൻ സമ്മർലി ഡിസ്ട്രോയിഡ് ഓർ ഫ്രോസൺ ഇൻഡെഫിനിറ്റ്ലി. അതായത് ചാൻസ് ബേസ് ചെയ്തിട്ട്, അതായത് ഏതാണ് യൂസ് വർക്കിംഗ്, അതായത് അങ്ങനെ പറഞ്ഞാൽ ഏതാണ് ഒരു ബേബി ആവാൻ നല്ല ഒരു രോഗമൊന്നും ഇല്ലാത്തൊരു ബേബി ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു നല്ല എംബ്രിയോ നോക്കിയിട്ടല്ലേ നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എടുക്കുക. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രോസൺ ചെയ്യുന്നുണ്ട്. അതും കൊല്ലുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, ബാക്കി എക്സസ് വരുന്നതിനെ നമ്മൾ എടുത്താൽ, അതായത് ഓരോ റിസർച്ചിന് വേണ്ടി എടുത്താൽ എന്താണ് കുഴപ്പമെന്നാണ് ഇൻ ഫേവറിൽ ആളുകൾ ചോദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ഫ്രോസൺ എംബ്രിയോ പെരിഷസ് during preservation process. If the embryo can be used or destroyed for treating infertility, they argue that these can very well be utilized for stem cell research. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് സ്റ്റെം സെൽസിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നും പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഡ്രഗിൻ്റെ എങ്ങനെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നതിൽ, പിന്നെ ഓരോ ഡിസീസസിൻ്റെ, പിന്നെ ബ്ലഡ് സെൽസ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൽ, പിന്നെ ഓരോ രോഗങ്ങളിൽ തെറാപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.